ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ആരങ്ങാട്ട് വീടാണ് കേട്ടോ. ആ മഹാദേവനും അതുപോലെ തന്നെ രാധാമണി തങ്കച്ചിയും നമ്മുടെ ശേഖറൂടെ അങ്ങനെ നിൽക്കുകയാണ്. മഹാദേവൻ പറയണം, എടാ നീ അവനെ ഒന്ന് വിളിച്ചേ, ആ കുട്ടിശങ്കരനെ ഒന്ന് വിളിച്ചേടാ എന്ന് പറഞ്ഞു. അച്ഛാ, അവൻ്റെ മൊബൈലിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചു എന്ന് അറിയോ അച്ഛാ? ഒരു തവണ പോലും അവൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ലെന്നോ? അതെന്തുട്ടാ അവൻ ഫോൺ എടുക്കാത്തത്? എടുക്കണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടാവും എന്നുടനെ രാധ പറഞ്ഞു. നിനക്കുള്ളത് ഞാൻ പിന്നെ തരാട്ടോ, ഒരു മിനിറ്റ് നീ അവിടെ നിൽക്ക്. എടാ ശേഖര, അവർ രണ്ടാളും ആ പ്രൊഫസറുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യുക, ആ പ്രൊഫസറുടെ ലാൻഡ് നമ്പറിലേക്കൊന്ന് വിളിച്ചേ. ലാൻഡ് നമ്പറിലേക്കോ എന്ന് ചോദിച്ചു ശേഖർ. ആ ഡി രാധേ, നിന്നോട് ഞാൻ എന്തുട്ടാ പറഞ്ഞത്? അവനെയും അവൻ്റെ പെണ്ണിനെയും ഒരു കാരണവശാലും തിരുവനന്തപുരത്തേക്ക് വിടരുതെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്തുട്ടാ ചെയ്തത്? പോകരുതെന്ന് ഞാൻ പറഞ്ഞതാ. നിനക്ക് നാണമില്ലേ? പോകരുതെന്ന് പറഞ്ഞതാ പോലും. നീ പറഞ്ഞിട്ട് നീ നിൻ്റെ മകനും മരുമോളും അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് നിൻ്റെ കഴിവുകേടാം. എന്നിട്ട് അവരെന്തിനാ കുറ്റം പറയണത്? നിന്നെ കൊണ്ട് എന്തിന് കൊള്ളാടി എന്ന് ചോദിച്ചു. അപ്പോൾ ശേഖർ വിളിച്ചിട്ട് അച്ഛാ റിങ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നേരെ മഹാദേവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ വിളിച്ചപ്പോഴത്തേനും നേരെ എടുത്തത് നമ്മുടെ നന്ദിനിയാണ്. ഹലോ, അതെ, ചാരങ്ങാട്ടിൽ നിന്നാണ് വിളിക്കണത്, മഹാദേവനാ എന്ന് പറഞ്ഞു. ഇവിടെ ആരാ സംസാരിക്കണത്? നന്ദിനിയാ എന്ന് പറഞ്ഞു. ആ, നമ്മുടെ പ്രൊഫസറുടെ ഭാര്യയാണോ? ആ, ഞാൻ വിളിച്ചിട്ടേ ശങ്കറിനെ കിട്ടണില്ല, അതാ അങ്ങോട്ട് വിളിച്ചത്. അല്ല, അവിടെ അവനും ഗൗരിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യുക, നമ്മുടെ കുട്ടിശങ്കറിൻ്റെ കയ്യിലേക്ക് ആ ഫോണൊന്ന് കൊടുക്കുമോ എന്ന് ചോദിച്ചു. അയ്യോ, ശങ്കർ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഗൗരി എവിടെ ആക്കിയിട്ട് ശങ്കർ ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞു. പോയിന്നോ? എവിടേക്ക് പോയി? അയ്യോ, അതെനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവൻ എവിടേക്ക് പോയാലും എന്തായാലും ഗൗരി അറിയിക്കാതിരിക്കില്ലല്ലോ. ഗൗരിയെ വിളിക്കാം. ഞാൻ എന്താണെന്ന് ഗൗരിയോട് ചോദിക്കാം എന്ന് പറഞ്ഞു. അയ്യോ, ഗൗരി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഗൗരിയും ആദർശോടി വക്കീലിനെ കാണാനായിട്ട് പോയിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മഹാദേവന് ഭ്രാന്തളകി. ഹലോ, നിങ്ങൾ എന്തുട്ടായി കാണിക്കണത് എന്ന് ചോദിച്ച് ഷൗട്ട് ചെയ്തു. നിങ്ങൾ ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ എന്താ ഉദ്ദേശിച്ച് വെച്ചിരിക്കണത് എന്ന് ചോദിച്ചോ. ആരോട് ചോദിച്ചിട്ടാ ഈ ഗൗരി വക്കീലിനെ കാണാനായിട്ട് ഇപ്പോൾ പോയിരിക്കണത്? പിന്നെ എനിക്കറിയാത്ത ഏത് വക്കീലാണ് അവിടെയുള്ളത്? പിന്നെ നിങ്ങളുടെ മോളുണ്ടല്ലോ ആ ഗൗരി, അവൾ നിങ്ങളുടെ മോള് മാത്രമല്ല, ഈ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മരുമകൾ കൂടിയാണ്. അത് മറന്നു പോലെ. എൻ്റെ മരുമോള് ഈ കാര്യത്തിലേക്ക് വഴിച്ചഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക്? പറയാം. ഈ കൊലക്കേസിൻ്റെ പിന്നാലെ എൻ്റെ മരുമോള് നടക്കണത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു മഹാദേവൻ. എന്നിട്ട് ചൂടാകണം. അതെ, ഈ ചാരങ്ങാട്ട് മഹാദേവനെ ഇപ്പം മോശം കാലമാണ്. നിങ്ങൾ പറഞ്ഞാലും അവൾ ആരാണെന്ന് അവൾ മറക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചോ. എൻ്റെ മോന് അവളില്ലാണ്ട് പറ്റില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഇല്ലെങ്കിൽ അവൾ ചെയ്യണ പല കാര്യങ്ങൾക്കും ഞങ്ങൾ കണ്ണടച്ചു വിടുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നന്ദിനിയമ്മേ, നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടോ. പറഞ്ഞേക്കാം, അവളെ എത്രയും വേഗം തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് തിരിച്ചു വിടണം. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോ. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ പ്രൊഫസറുടെ ഭാര്യ എന്ന് ചോദിച്ചു. ചൂടാകുകയാണ്. അപ്പം നന്ദിനിയമ്മയ്ക്ക് ഷോക്കായിപ്പോയി. ഇതെന്താ ഇയാൾ ഇങ്ങനെ സംസാരിക്കണത് എന്ന് മനസ്സിലാവാതെ നന്ദിനിയമ്മ വേഗം ഫോൺ വെച്ചു. അപ്പം മഹാദേവനും ആകെ ചൂടിലിങ്ങനെ നിൽക്കുകയാണ്, കല്ലി പൂണ്ട്. കാണുന്നത് നമ്മുടെ ശങ്കറിനെയാണ് കേട്ടോ. അപ്പോൾ ശങ്കർ നമ്മുടെ ശ്യാം സാറിൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ശ്യാം സാറിൻ്റെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ വർത്താനം പറയുകയാണ്. ശ്യാം സാർ നല്ല മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്യാം സാറിന് മനസ്സിലാവും. അതെനിക്കറിയാം. അതെ, അവളുടെ ഗൗരിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്. ഗൗരിക്ക് വേണ്ടിയിട്ട് ഞാൻ ചാവാൻ വരെ തയ്യാറാണ് സാറേ. ശ്യാം സാറിൻ്റെ കുടുംബത്തെ എൻ്റെ സ്വന്തം കുടുംബമായിട്ടാണ് ഞാൻ കണ്ടത്, സ്നേഹിച്ചത്. നിങ്ങളാരും എന്നെ ഒരു അവിടുത്തെ ആളായിട്ട് കണ്ടതേയില്ല. ഞാൻ എപ്പോഴും അപ്പോഴും ഇപ്പോഴും ഞാൻ വെറും നിങ്ങൾക്ക് പുറത്തുള്ള ഒരാൾ തന്നെയാണ്. ശങ്കറെ, നീ എന്താ മോനെ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. മനസ്സിലാവണില്ലെന്നോ? ശ്യാം സാറിന് എല്ലാം മനസ്സിലാവും. പക്ഷെ എന്തിനാ ശ്യാം സാറേ എന്നോട് ഇങ്ങനെ ചെയ്തത്? എന്നിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും മറച്ചു വെച്ചോ. അത് തെറ്റായി പോയി കേട്ടോ ശ്യാം സാറേ. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രൊഫസറുടെ മനസ്സിലേക്ക് ഒരു ആദ്യം കയറി വന്നത്, ശങ്കറിനെ എല്ലാം അറിഞ്ഞോ?
ഗൗരി എന്തിനാ ധ്രുവനെതിരെ പരാതി കൊടുത്തത്? ശ്യാം സാറിൻ്റെ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടോ ഗൗരി അതിനെക്കുറിച്ച് എന്നോട് ഒരു വാക്ക് പോലും സംസാരിച്ചതേയില്ല. എന്തിന്? ശ്യാം സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു മണ്ടനാ. ഗൗരി ഗൗരി എന്ന് പറഞ്ഞ് സ്നേഹിച്ച് അവൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടി നടക്കുക ഞാൻ. പക്ഷേ എന്ത് ശരീരത്തിന് ഇന്ന് വരെ എൻ്റെ സ്നേഹത്തിന് ഒരു വരെയും അവൾ എനിക്ക് തന്നിട്ടില്ല. അവൾ എന്നെ വിശ്വസിക്കണില്ല, സ്നേഹിക്കണില്ല. അത് എന്തുകൊണ്ടാ? അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ എന്നോട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത്? ശങ്കർ, അങ്ങനെയല്ല മോനെ എന്ന് പറഞ്ഞു. ഗൗരിയെ നീ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് മോൻ ക്ഷമയോടൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. വേണ്ട ശ്യാം സാറേ, ഇനി ആരും എന്നോട് ഒന്നും പറയാൻ നിൽക്കണ്ട. ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇനി എന്തൊട്ട് പറയാനാ എന്ന് ചോദിച്ചു. ശങ്കർ അങ്ങ് എഴുന്നേറ്റ് പോയി. അപ്പം ശങ്കറിനാകെ വിഷമമായിട്ടോ. അപ്പോഴത്തേനും പെട്ടെന്ന് ശ്യാമിനും വിഷമായിപ്പോയി. വല്ലാത്തൊരു കുറ്റബോധം പോലെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നു. ഈശ്വര, ശങ്കറിനോട് പറയാതെ ഗൗരി ധ്രുവനെതിരെ പരാതി കൊടുത്തതിൽ ഇത്രയധികം സങ്കടം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ശങ്കർ ഇനിയിപ്പം ധ്രുവൻ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയി എന്നും അവൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ചു എന്നും അറിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? അതുമാത്രമല്ല, ഒരു കണക്കിന് ഞാൻ ഈ കുറ്റം ഏറ്റത് നന്നായി, അല്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം ഇതോടെ തകർന്നേനെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗൗരിയും അതുപോലെ തന്നെ ആദർശൂടെ ഒരു വക്കീലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ വക്കീലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കയറി ചെന്നു. വരൂ, ഇരിക്കൂ, നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്യാമപ്രസാദിൻ്റെ മകൾ ഗൗരി, ഇതെൻ്റെ ഏട്ടൻ ആദർശ് എന്ന് പറഞ്ഞു. ശ്യാം സാറിൻ്റെ മക്കളായിരുന്നോ? എന്നാൽ ഇരിക്കെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കര സ്വീകരണം കൊടുത്തു. ശ്യാം സാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാവുന്നതിനേക്കാൾ നല്ലത് പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഏറ്റവും അധികം അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്ന അധ്യാപകൻ ശ്യാം സാറായിരുന്നു എന്ന് പറയുന്നതായിരിക്കും. ഇത്രയും നല്ലൊരു അധ്യാപകനെയും നല്ലൊരു മനുഷ്യനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയാണ് കേട്ടോ. എനിക്ക് മാത്രമല്ല കേട്ടോ, ശ്യാം സാറ് പഠിപ്പിച്ചിട്ടുള്ള ഓരോ സ്റ്റുഡൻറ്റിനും ഇത് തന്നെയായിരിക്കും മിക്കവാറും പറയാനുള്ളത്. പിന്നെ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് പറഞ്ഞു ആദർശ്. എന്താ സാറിന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സാർ സുഖമായിരിക്കുന്നോ എന്ന് ചോദിച്ചു. അത് അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും മോശം കാലത്തിലെ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോണത്. ഞങ്ങൾ സാറിനെ കാണാൻ വന്നതിൻ്റെ കാരണവും അത് തന്നെയാണ്. ശ്യാം സാറിന് എന്ത് പറ്റി എന്ന് ചോദിച്ചു അദ്ദേഹം. പറയാം, എന്താ സാറിന് പറ്റിയത്? അപ്പോൾ ഇദ്ദേഹം ചോദിച്ച കാര്യങ്ങളെല്ലാം നടന്നത് വള്ളിപ്പുള്ളി തെറ്റാതെ ഇങ്ങനെ ഗൗരിയും ആദർശൂടെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ധ്രുവൻ വീണതും ധ്രുവൻ അതുപോലെ തന്നെ അപകടം പറ്റിയ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം കേട്ടു കേട്ടോ. കേട്ട് കഴിഞ്ഞ ശേഷം അദ്ദേഹം എന്ത് മണ്ടത്തരം കാണിച്ചത്? ശ്യാം സാർ എന്തിനാ കുറ്റം സംഭവിച്ചത്? ശരിക്കും ഭയന്ന് പോയിട്ടുണ്ടാവും, അതുകൊണ്ടാ. അല്ലെങ്കിൽ പോലീസ് കീഴടങ്ങി ഇങ്ങനൊരു മൊഴി കൊടുക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയണം. അച്ഛന് അങ്ങനെ ഒരു മൊഴി കൊടുത്തത് പ്രശ്നമാവോ എന്ന് ചോദിച്ചു. അതൊന്നും വിഷയമല്ല, അതൊന്നും ഓർത്ത് പേടിക്കണ്ട. പോലീസിൻ്റെ ഭീഷണിയെ തുടർന്നാണ് ശ്യാം സാറ് അങ്ങനെ ഒരു മൊഴി കൊടുത്തതെന്ന് നമുക്ക് കോടതിയിൽ സ്ഥാപിക്കാവുന്നതേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് കഴിയും. പക്ഷേ കോടതിയിലെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല സർ. ഞങ്ങൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത്? അയ്യോ, ഈ കേസിൻ്റെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിൽ അച്ഛൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കുന്ന മനുഷ്യനാണ് ഈ ഞാൻ. അങ്ങനെ ഒരാളെ സഹായിക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന അവസരം ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നാളെ നമുക്ക് കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. നാളെ തന്നെ മിക്കവാറും ജാമ്യം കിട്ടും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അപ്പോൾ നമുക്ക് നാളെ കോടതി വെച്ച് കാണാം. അച്ഛന് നാളെ തന്നെ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പാണോ? ശ്യാം സാറിന് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു ക്രിമിനൽ ഹിസ്റ്ററിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇത് പോലീസ് തട്ടിക്കൂട്ടിയതാണെന്നും അദ്ദേഹത്തെ കുടുക്കിയതാണെന്നും തെളിയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സാറിന് നാളെ ജാമ്യം കിട്ടുമെന്ന് ഇത്ര ഷുവറായിട്ട് പറയണത്. നിങ്ങൾ നാളെ നിന്ന് മടങ്ങിപ്പോണത് ശ്യാം സാറിനൊപ്പമായിരിക്കും. എന്താ അത് പോരെ എന്ന് ചോദിച്ചു. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഗൗരിക്കും ആദർശനും മുഖം തെളിഞ്ഞു. അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ് കാണുന്നത്. അപ്പോൾ ആരതിയും മുത്തശ്ശിയും അമ്മയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അവരെ ഓർത്ത്. നന്ദിനി, അവരെ കാണുന്നില്ലല്ലോ, നീ ഗൗരിമോളെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗൗരിയും ആദർശം എത്തിയിട്ടോ. അപ്പോൾ അവർ രണ്ടുപേരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായിട്ടാണ് വരുന്നത്. ദേ മുത്തശ്ശി, അതേ ആദർശേട്ടനും ചേച്ചിയും വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ വേഗം ആകാംക്ഷയോടെ എഴുന്നേറ്റ് ഓടി ചെല്ലുകയാണ്. എന്തായി മക്കളെ, വക്കീലിനെ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചോ. ഏതെങ്കിലും വക്കീലിനെ കണ്ടോ? കേസ് ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചോ? അമ്മ ഇനി കേസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും വേണ്ട. അതെന്താ മോളെ, എന്താ എന്ന് വെച്ചാൽ? മുത്തശ്ശി,
അഡ്വക്കേറ്റ് ജ്യോതിഷ് അച്ഛൻ്റെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട്. അദ്ദേഹം വാദിച്ചിട്ടുള്ള എല്ലാ കേസും ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം മിടുക്കനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും നാളെ തന്നെ അച്ഛന് ജാമ്യം കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ശ്രീകണ്ഠേശ്വര, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ചു നന്ദിനിയമ്മ. ഞങ്ങൾ എന്തിനാമ്മേ ഈ കാര്യത്തിൽ കള്ളം പറയണത്? സത്യമായ കാര്യമാണ്. അങ്ങനെയല്ല മക്കളെ, നിങ്ങൾ കള്ളം പറഞ്ഞു എന്നല്ല അമ്മ ചോദിച്ചത്. എന്താണെന്നറിയില്ല, എന്തോ തീരെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടായിരിക്കും. സന്തോഷമുള്ളൊരു വാർത്ത കേട്ടാൽ പോലും സന്തോഷിക്കാൻ ഞാൻ മറന്നു പോവാം മക്കളെ. എനിക്കിനി ഒരു പേടിയും വേണ്ട, നാളെ തന്നെ തിരിച്ചു വരും. അപ്പം പിന്നെ മോളെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു മുത്തശ്ശി. ചാരങ്ങാട്ടുന്ന മഹാദേവൻ വിളിച്ചിരുന്നു. മോൾ എന്തായാലും ഇന്നിവിടെ നിൽക്കണ്ട, മോൾ തൃശ്ശൂരിലേക്ക് തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പം ഇങ്ങനെ നോക്കിയെന്നോ, ശങ്കർ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരുമോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ആദർശ് നിന്നെ കൊണ്ടേയാക്കും എന്ന് പറഞ്ഞു നന്ദിനിയമ്മ. അയ്യോ, ആദർശേട്ടൻ നിന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് ആക്കിച്ചാൽ മതി, ഞാനവിടെ നിന്ന് പോയിക്കോളാം. ശങ്കർ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ ദേഷ്യപ്പെട്ടല്ലേ പോയത് എന്ന് ചോദിച്ചു. എല്ലാ കാര്യത്തിലും എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കണത് ഒരു ശീല അല്ലേ ഗൗരി എന്ന് ചോദിച്ചുകൊണ്ട് ശങ്കർ അങ്ങോട്ടേക്ക് കയറി വന്നു കേട്ടോ. അപ്പം ഞെട്ടിപ്പോയി. എത്ര തവണ നിന്നെ വിളിക്കാൻ ഞാൻ വരാതെ ഇരുന്നിട്ടുണ്ട്, നീ പറ, എന്തേ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് തോർന്ന ഓരോന്നും നീ അങ്ങ് വച്ച് കാച്ച. തൃശ്ശൂരിൽ നിന്ന് നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നാക്കിയാൽ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവത്തിക്കണമെന്നും എനിക്ക് നന്നായി അറിയാം. അയ്യോ മോനെ, ഗൗരി അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല എന്ന് നന്ദിനിയമ്മ പറഞ്ഞു. അതെ, മോൻ ചിലപ്പോൾ തൃശ്ശൂരേക്ക് തിരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് ഗൗരി കരുതിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് പറഞ്ഞത്. നന്ദിനിയമ്മേ, ഗൗരി എന്നെക്കുറിച്ച് എന്ത് കരുതിയാലും എങ്ങനെ കരുതിയാലും എനിക്കതൊന്നും ഒരു വിഷയമല്ല കേട്ടോ നന്ദിനിയമ്മേ. പിന്നെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുമെന്നോ അല്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നത് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമല്ലേ. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. നമുക്കൊരു കലാമണ്ഡലം ചുള്ളനുണ്ട്, നമ്മുടെ ഫ്രണ്ടാണേ, പുള്ളിക്കൊക്കെ നല്ല അറിവുള്ള മനുഷ്യനല്ലേ. അപ്പം അദ്ദേഹം പറഞ്ഞത് വെറുതെ ആവില്ല എന്ന് ഉറപ്പുണ്ട്. പുള്ളിയൊക്കെ നല്ല അറിവുള്ള മനുഷ്യനാരല്ലേ, അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദിനിയമ്മയോട് പറയുകയാണ്. പിന്നെ നന്ദിനിയമ്മേ, ഗൗരി എൻ്റെ കാര്യത്തിൽ കുറച്ച് കെയറിങ്ങിൻ്റെയും ശ്രദ്ധയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഒരു കുറവ് കാണിച്ചാലും, പക്ഷേ ഗൗരിയുടെ കാര്യത്തിൽ ഞാൻ മരണം വരെ ഒരു കുറവും ഞാൻ വരുത്തില്ല കേട്ടോ എന്ന് ഉറപ്പ് കൊടുക്കുവാണ് കേട്ടോ ശങ്കർ. അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. ഗൗരി, എന്നാൽ പിന്നെ നമുക്ക് തെറിച്ചാലോ എന്ന് ചോദിച്ചു. പോവാന്ന് എന്ന് പറഞ്ഞു. ആദർശേട്ടാ, രാവിലെ തന്നെ വക്കീലിനെ പോയി കാണണേ എന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാം, നീ ധൈര്യമായിട്ട് ചെല്ല്, സൂക്ഷിച്ചു പോണേ എന്ന് പറഞ്ഞു മുത്തശ്ശി. പേടിക്കേണ്ട മുത്തശ്ശി, ഒരു പക്ഷേ എനിക്കെന്തെങ്കിലും പറ്റിയാലും മുത്തശ്ശിയുടെ ഗൗരിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഒരു മൺതരി ഗൗരിയുടെ ദേഹത്ത് വീഴാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല, പോരെ. ഒരു വഴിക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ മോനെ എന്ന് പറഞ്ഞു. പോയിട്ട് വാ, സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. ഗൗരിയെ ഇവരെല്ലാവരും യാത്രയാക്കുകയാണ്. അമ്മേ, എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരുടെ നേരെ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ അവർ യാത്രയാക്കി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗൗരി വണ്ടിയിലിരുന്ന് ഇങ്ങനെ ചറപറ സംസാരിക്കുകയാണ്. അപ്പോൾ ശങ്കർ ഭയങ്കര ഗൗരവത്തിലാണ്. അതെ, അപ്പം കുറച്ചു നേരം മിണ്ടാതിരുന്നു. എന്നതിന് ശേഷം അച്ഛന് നാളെ തന്നെ ജാമ്യം കിട്ടും, വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ല, അപ്പോൾ നാളെ ഉറപ്പായിട്ട് ജാമ്യം കിട്ടുമായിരിക്കും അല്ലേ ശങ്കർ? അല്ലെങ്കിൽ വക്കീൽ ഉറപ്പ് പറയില്ലല്ലോ. എന്താ? സോറി, ഞാൻ അക്കാര്യം ശങ്കറിനോട് പറഞ്ഞിരുന്നില്ല അല്ലേ. സോറി കേട്ടോ ശങ്കർ. പിന്നെ അല്ല, ആദർശേട്ടനും ഞാനൂടെ ഒരു വക്കീലിനെ പോയി കണ്ടിരുന്നു. പിന്നെ ജ്യോതിഷ് എന്ന പേര് നല്ല പേരെടുത്തുള്ള ഒരു വക്കീലാട്ടോ. അദ്ദേഹം വാദിച്ചിട്ടുള്ള എല്ലാ കേസുകളും ജയിച്ചിട്ടുണ്ട്. ആ വക്കീൽ എന്താണെങ്കിലും അദ്ദേഹത്തിന് തന്നെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് അദ്ദേഹം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അച്ഛൻ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ശങ്കർ എന്ന് വിളിച്ചു. എന്നൊരു മൂളിച്ച് മാത്രം. അതുവരെ ഒന്നും പ്രതികരിച്ചില്ല. ഈ പറഞ്ഞത് മാത്രം കേട്ടിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ്. ശങ്കർ സാധാരണ അങ്ങനെയല്ലല്ലോ. അപ്പം ഗൗരി ചോദിക്കുക, ശങ്കർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പറ്റി ശങ്കർ എന്ന് ചോദിച്ചു. അപ്പം എന്തുട്ടാ ഗൗരി, നിനക്കെന്നാ ഒന്ന് അടങ്ങിയിരുന്നൂടെ എന്ന് ചോദിച്ചു. എന്തുട്ടിനാ ഇങ്ങനെ ചെലച്ചുകൊണ്ടിരിക്കണത്? ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കുക. അല്ല ശങ്കർ, ഞാൻ ഒന്ന് ശല്യപ്പെടുത്താണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ശങ്കർ ദേഷ്യപ്പെട്ടു. അപ്പോൾ ഗൗരി ഒന്നും മിണ്ടിയില്ല. ഗൗരി മിണ്ടാതെ ഇങ്ങനെ അനങ്ങാതെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ നന്ദിനിയമ്മേനെയാണ്. അപ്പം നന്ദിനിയമ്മ എന്തോ ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ എന്താ ഇങ്ങനെ ഇരിക്കണത്? ഒന്നുമില്ല മോനെ. അല്ല,
അങ്ങനെയല്ല, എന്തോ ഒന്ന് അമ്മേടെ മനസ്സിനെ വല്ലാണ്ട് അലട്ടുന്നുണ്ടല്ലോ. എന്താ അമ്മേ? എന്താണെങ്കിലും അമ്മയുടെ പ്രശ്നം തുറന്നു പറയേ. എന്താ അമ്മേ, ധൈര്യമായിട്ട് പറ എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ നിർബന്ധിച്ചു. മോനെ ആദർശേ, നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശ്യാമേട്ടൻ എതിർക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാ എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട് മോനെ എന്ന് പറഞ്ഞു. ശ്യാമേട്ടൻ ചിലപ്പോൾ ഇതൊന്നും സമ്മതിച്ചു എന്ന് വരില്ല. അമ്മ വെറുതെ നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചെയ്ത തെറ്റിന് അച്ഛൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇനി കേസ് നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്, അല്ലാതെ രക്ഷയില്ല. അതെ, ഒരു കാര്യം ചെയ്യാം, ശ്യാമേട്ടനോട് നീ ഒന്ന് സംസാരിച്ച് നോക്ക്. എങ്ങനെയെങ്കിലും ശ്യാമേട്ടനെ കൊണ്ട് നീ ഒന്ന് സമ്മതിപ്പിക്കും മോനെ. ഈ പ്രശ്നങ്ങൾ ഗൗരിയുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് പേടിച്ചിട്ടാ ഈ കേസ് നടത്തണ്ട എന്ന് ശ്യാമേട്ടൻ പറയണത്. അത് നീ ആദ്യം മനസ്സിലാക്കുക. എനിക്കറിയില്ല, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഗൗരിക്ക് നല്ലതിന് തന്നെയാണോ മോനെ? അമ്മേ, ഗൗരിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്യാനായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഗൗരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ വിവാഹത്തിന് മുൻപ് എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ഇനിയും അവൾ ജീവിക്കണം, ജീവിച്ചേ പറ്റൂ. ഗൗരിയോട് എല്ലാം തുറന്നു പറഞ്ഞ് നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ തീരുമാനിച്ചില്ലേ, അത് കറക്റ്റ് തീരുമാനമാണമ്മേ എന്ന് പറഞ്ഞു ആദർശ്. അപ്പം നന്ദിനിയമ്മയ്ക്ക് ആകെ ടെൻഷനാണ് കേട്ടോ. അതെ, അമ്മ മറ്റൊന്നും ആലോചിച്ചാൽ ഇപ്പം തൽക്കാലം വിഷമിക്കുക വേണ്ട. അച്ഛൻ്റെ ജാമ്യത്തിൻ്റെ കാര്യങ്ങൾ നാളെ തന്നെ ശരിയാവും കേട്ടോ. അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നന്ദിനിയമ്മ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയമ്മ വീണ്ടും ആലോചിച്ച് അവിടെ ഇരിപ്പാണ്. പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ ശേഖറും അച്ഛനും അമ്മയും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഗൗരിയും ശങ്കറൂടെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ഇറങ്ങി വരുമ്പോഴത്തേനും മഹാദേവൻ ഒരാക്കിയ മട്ടിൽ, ആഹാ ഇതാരാ ഈ വന്നിരിക്കണത്? എടാ കുട്ടിശങ്കര, നീയും നിൻ്റെ പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടാടാ എന്ന് ചോദിച്ചു. മോളെ ഗൗരി എങ്ങോട്ടാ പോണത് എന്ന് ചോദിച്ചു. അച്ഛാ, ഞങ്ങൾ ഇന്നലെ ഒരു വക്കീലിനെ കണ്ട് സംസാരിച്ചിരുന്നു. ഇന്ന് ജാമ്യത്തിൻ്റെ കാര്യം ഒന്ന് ശരിയാവുമെന്ന് വക്കീൽ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്തേക്ക് കോടതിയിലേക്കാണ് പോണത്. എടാ ശങ്കരേ, നീ നിൻ്റെ ഭാര്യ പറയണ നീ കേൾക്കണില്ലേ? എന്നിട്ടാടാ നീ എന്താ ഒന്നും അറിയാത്ത പോലെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കണത് എന്ന് ചോദിച്ചു ശേഖര. അവനൊന്നും അറിയില്ലല്ലോ, അവൻ്റെ ഗൗരി എന്താണോ പറയണത് അതവനനുസരിക്കും എന്ന് രാധ ഉടനെ പറഞ്ഞു. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 2 പേരോടും പറഞ്ഞതാ പോവരുത് എന്ന്. എന്നിട്ട് ഇവൻ്റെ കല്യാണത്തിന് മുമ്പ് ഇവനോട് ഞാൻ എന്ത് പറഞ്ഞാലും മുഖത്തൊരക്ഷരം പറയാതെ അവൻ അതുപോലെ അനുസരിക്കായിരുന്നു. ഇപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുസരിക്കും കേട്ടോ, പക്ഷെ അമ്മ പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞു. ആഹാ അങ്ങനെയല്ലേ? എന്നിട്ട് അങ്ങനെ കാര്യമുള്ളൊരു കാര്യം അച്ഛൻ പറഞ്ഞിട്ട് നീ അനുസരിച്ചോടാ? നമ്മുടെ ചേട്ടാ, നമ്മുടെ അച്ഛൻ പറഞ്ഞ ഏത് കാര്യമാണ് ഞാൻ അനുസരിക്കാതിരുന്നത്? ആ പ്രൊഫസറുടെ ഒരു കാര്യത്തിനും ഈ വീട്ടിൽ നിന്ന് ഒരാളും ഇറങ്ങാൻ പാടില്ല എന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ ഇപ്പം എന്നിട്ടായി കാണിക്കണത് എന്ന് ചോദിച്ചു. അപ്പം ശങ്കർ ഇങ്ങനെ നിൽക്കുക. ദേ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാട്ടോ. നമ്മുടെ ഈ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഇഷ്ടത്തിന് ഇവിടെ കാര്യങ്ങൾ നടക്കുമെന്നുള്ള കാര്യം നീ വിചാരിക്കണ്ട കേട്ടോ. എടാ ശേഖര, നീ മതിയടാ നിർത്ത എന്ന് പറഞ്ഞു മഹാദേവൻ. നീയേ എൻ്റെ തന്തയാവാനായിട്ട് ശ്രമിക്കണ്ട കേട്ടോ മോനെ. ഞാനിപ്പോൾ ഇവിടെ ജീവനോടെ നിൽപ്പുണ്ടല്ലോ. ശേഖർ പറയണം, അച്ഛാ ഒരു കാരണവശാലും ഇവളെ കോടതിയിൽ പോകാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. എടോ ചേട്ടാ, ഗൗരിയെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകാനായിട്ട് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞു. അതിപ്പോൾ ഇനി ആരൊക്കെ എതിർത്താലും ഞാൻ കൊണ്ടുപോയിരിക്കും. ഓഹോ, എന്നാ പിന്നെ എനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ചീറിയെടുത്തു ശേഖരൻ. എന്താടാ വീണ്ടും തുടങ്ങിയോ രണ്ടൂടെ എന്ന് ചോദിച്ചുകൊണ്ട് മഹാദേവൻ. 2 പേരുടെ ഓ ശേഖര, നിനക്കെന്താ ഈ പറഞ്ഞാൽ മനസ്സിലാവാത്ത എന്ന് ചോദിച്ചു. എന്നിട്ട് മഹാദേവൻ്റെ ഉഗ്രം പെർഫോമൻസ് നടക്കുക കേട്ടോ. നമുക്ക് ഗൗരി എത്ര കാലം തടഞ്ഞു വെക്കാൻ പറ്റും? പറയടാ, എന്തുട്ടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? എടാ, ഇവിടെ ഈ ചാരങ്ങാട്ടി വീട്ടിൽ ആരെയും തടഞ്ഞു വെക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു. ദേ, അവളുടെ അച്ഛൻ്റെ കാര്യമല്ലേ? അപ്പം പിന്നെ അവൾ പോവാണ്ട് പിന്നെ ആരാടാ പോവേണ്ടത്? നീ പോവോ എന്ന് ചോദിച്ചു. അപ്പം ശേഖർ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക കേട്ടോ. ഇലക്ഷൻ്റെ സീറ്റിൻ്റെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് നോക്കാന്നേ. ആ സീറ്റൊക്കെ നമുക്ക് ഇനിയും കിട്ടൂന്നേ. എനിക്ക് സീറ്റ് കിട്ടുന്നതോ അല്ലെങ്കിൽ ഞാൻ മത്സരിക്കുന്നതോ ജയിച്ച് തൃശ്ശൂരിലെ MLA ആവണോ എന്നൊന്നും ഗൗരിയെ സംബന്ധിച്ചോ ശങ്കറിനെ സംബന്ധിച്ചോ ഒരു വിഷയമൊന്നും അല്ലല്ലോ. അതെനിക്കറിയാം എന്ന് പറഞ്ഞു. എന്നിട്ട് വേഗം തന്നെ മഹാദേവൻ ചങ്കത്തൊക്കെ തുടങ്ങി ഉഗ്രം പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ് കേട്ടോ. സാരമില്ല,
എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കണം, അല്ലേ രാധേ എന്ന് ചോദിച്ചു. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ കുട്ടിശങ്കര മോനെ, നീ ആ സമയം കളയണ്ടടാ. നീ ഒരു കാര്യം ചെയ്യുക, നീ ഗൗരിയും കൂട്ടിക്കൊണ്ട് നേരെ കോടതിയിലേക്ക് ചെല്ല്, തിരുവനന്തപുരത്തേക്ക് ചെല്ല്, വേഗം സ്കൂട്ടാകാൻ നോക്ക് എന്ന് പറഞ്ഞു. ഗൗരി, എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് ഈ തൽക്കാലം നീ ഇവിടുന്ന് എങ്ങോട്ടേക്ക് പോണില്ല എന്ന് പറഞ്ഞു ശങ്കരൻ. അപ്പോഴേക്കും നമ്മുടെ മഹാദേവൻ്റെ കളി ഏറ്റു. അപ്പോൾ മഹാദേവൻ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരിയുടെ സങ്കടമായി. ഗൗരി ആ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ശങ്കരനെ നോക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.